വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. CMA USA എക്സാം മെയ് ജൂൺ വിൻഡോയിൽ പാർട്ട് 1 അറ്റൻഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പാർട്ട് 2ന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ തന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1ന്റെ കൂടെ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും പാർട്ട് 1ലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലാണ് ആൻഡ് കൂടുതൽ സമയം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അങ്ങനെ എല്ലാ സെക്ഷൻസ് എടുത്താലും ഇപ്പോൾ പാർട്ട് 2ലാണെങ്കിൽ DF ഒക്കെ വളരെ കുറച്ച് ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പാർട്ട് 1ലെ തിയറി സെക്ഷൻസ് ആയിട്ടുള്ള EF ഒക്കെ നമ്മൾ കുറേ അധികം ദിവസം സ്പെൻഡ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുക. സോ ഞാൻ എന്തായാലും പാർട്ട് 1ന്റെ സ്റ്റഡി പ്ലാനിൽ ആദ്യം പഠിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെക്ഷൻ B തന്നെയായിരിക്കും. എല്ലാ ടോപ്പിക്കും വലുതാണെങ്കിലും സെക്ഷൻ B കുറച്ചുകൂടെ വലുതാണ് ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക് കൂടിയാണ് സെക്ഷൻ B. പ്ലാനിംഗ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചുകൂടെ രസമായിരിക്കും. കുറച്ച് തിയറി, കുറച്ച് പ്രോബ്ലംസ് ആൻഡ് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത കാൽക്കുലേഷൻസ് ഒക്കെയാണ് പ്രത്യേകിച്ചും സെക്ഷൻ Bയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ ഏറ്റവും നല്ലത് സെക്ഷൻ Bയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി സെക്ഷൻ B കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ A ആണ്. സെക്ഷൻ A കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയുള്ള സാധനമാണ്, കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ട് 1ൻ്റെ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനൊരു അനൗൺസ്മെൻറ്റ് നടത്തിയാണ്. നിങ്ങൾക്ക് സെക്ഷൻ Aൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വീഡിയോ ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി. സോ സെക്ഷൻ A പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കോൺസെപ്റ്റുവൽ ലേണിംഗ് കഴിഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുകയാണെങ്കിൽ അയച്ചു തരാം, അതുകൂടെ കാണുക. ഓക്കെ, സോ സെക്ഷൻ A കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ മൈ ചോയ്സ് ഈസ് സെക്ഷൻ C ആണ്. സെക്ഷൻ C പഠിക്കുക. സെക്ഷൻ Cയിൽ നമുക്ക് വേരിയൻസ് അനാലിസിസ് ആണ് കൂടുതൽ വരുന്നത്. അവിടെ ഇക്വേഷൻസിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇക്വേഷൻസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ബൈ ഹാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇക്വേഷൻ രൂപപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ആ ഇക്വേഷൻസിൽ ഓരോ വേരിയബിൾസും വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ക്ലിയർ ആക്കിയിരിക്കണം. സോ സെക്ഷൻ C വേരിയൻസ് ആണ് മൂന്നാമതായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ എത്ര ദിവസം വെച്ച് സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ Bക്ക് ഞാൻ പറയുന്നത് ഒരു 12 days to 13 days നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. സെക്ഷൻ Aക്ക് ഒരു 11 days to 13 days സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെക്ഷൻ Cക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 10 daysനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, ഫ്രഷ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. പ്രത്യേകിച്ചും ഇക്വേഷൻസ് മറന്നു പോകാനുള്ള സാധ്യത ഹൈ ആണ്. ഇനി C കഴിഞ്ഞാൽ ഐ വിൽ പ്രിഫർ ഗോ ടു E and F. തിയറി പഠിച്ചതിന് ശേഷം നിങ്ങൾ D കോസ്റ്റിങ്ങിലേക്ക് വന്നാൽ മതി. കാരണം ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൻ D ആണ്, കോസ്റ്റിംഗ് ആണ്. സോ കോസ്റ്റിംഗ് നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയിൽ കൂടുതൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ Eയും Fഉം ഒരുമിച്ച് പഠിക്കണം. കാരണം Eയിലും Fലും കോമൺ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് Eൻ്റെയും Fൻ്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിലും പ്ലീസ് സെൻഡ് എ മെസ്സേജ് ടു മീ, ഐ ക്യാൻ ഹെൽപ്പ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിൽ Eയിൽ ഇൻറ്റേർണൽ കൺട്രോളിലോ അതുപോലെ തന്നെ ടെക്നോളജി അനാലിറ്റിക്സിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സസ് ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെഫിലും വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം, പ്രത്യേകിച്ചും ഇൻറ്റേർണൽ കൺട്രോൾ. ടെക്നോളജി അനാലിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് പഠിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇൻറ്റേർണൽ കൺട്രോളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുഴയ്ക്കുന്ന സാധനം. കാരണം ഒരു ചോദ്യത്തിന് വേറെ രീതി കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അടുത്ത ചോദ്യത്തിൽ മറ്റൊരു രീതിയിലായിരിക്കും കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ കൃത്യമായ ആൻസറിലേക്ക് എത്താനായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും Eയും Fഉം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു. Eയും Fഉം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കണം എന്തിലേക്ക് വരേണ്ടത്, സെക്ഷൻ D കോസ്റ്റിങ്ങിലേക്ക് വരേണ്ടത്. ഇത് എൻ്റെ ഒരു പ്ലാനാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ചിലപ്പോൾ D ആദ്യം പഠിക്കാൻ തോന്നുമായിരിക്കും. ബട്ട് ഞാൻ പറഞ്ഞത് D അത്യാവശ്യം ടഫ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ മെമ്മറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ കോസ്റ്റിങ്ങിൻ്റെ ബേസിക് സാധനങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ നോക്കിയിട്ടേ കാര്യമില്ല. സോ ബേസിക് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എല്ലാം തന്നെ ആദ്യമേ ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ആയില്ല എങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചെറിയ ചാനൽസ് ഉണ്ട്. ഞാൻ ഒരു ചാനലിൽ മെൻഷൻ ചെയ്യാം. എഡ്സ്പയറ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഒരു ഇംഗ്ലീഷ് ചാനലാണ് എഡ്സ്പയറ, EDSPIRA. ഈ ചാനലിൽ ചെറിയ വീഡിയോസ് ആയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിൽ ആ കോണ്ടന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടി അത് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാനും സാധിക്കും. സോ എന്തായാലും ആ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് D കംപ്ലീറ്റ് ആയതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. പാർട്ട് 1ൻ്റെ എല്ലാ സെക്ഷൻ ബൈ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ചെയ്തിട്ടൊരു 100 മാർക്സിൻ്റെ മോക്ക് ടെസ്റ്റ് എക്സാമിനോട് അടുപ്പിച്ച് അറ്റൻഡ് ചെയ്തിരിക്കണം. SA ക്വസ്റ്റ്യൻസിന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 2ൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ട് മുന്നേ എഴുതിയ വിദ്യാർത്ഥികളോട് ചോദിക്കുക ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. അതെന്തായാലും കാണാതെ പഠിച്ച് പോവുക. നമ്മുടെ ചാനലിൽ തന്നെ പ്രീവിയസ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്, ജൂണിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, എത്രത്തോളം പഠിച്ചു എത്രത്തോളം പഠിച്ചില്ല എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്, മിസ്യൂസ് ചെയ്യരുത്. എനി ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ബൈ.